ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വന്നപ്പോ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത്ര ഓഡിയൻസ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട എവിടെയെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് നമ്മള് അതൊരു ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മളൊരു കുറെ സിനിമ ചെയ്യുന്ന സമയത്ത് ആളുകൾക്കിപ്പം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അന്നേരം ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് അതിന്റെ. അപ്പൊ നമ്മൾ കുറച്ച് നാള് സിനിമകളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ നമ്മുടെ ഫോട്ടോസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ഫംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടി ക്രൗഡ് കുറവായിരിക്കും. ഇതിപ്പോ ഞാനിപ്പോ 17 വർഷമായിട്ട് സിനിമ ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഇനാഗ്രേഷനും എന്റെ കൂടെ ഉണ്ട്. ഇത് എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഹണി റോസ് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആ സമയത്ത് എനിക്ക് അത്രയുമൊന്നും സോഷ്യൽ മീഡിയ അത്രയുമൊന്നും ഇല്ലല്ലോ. അപ്പം അത് പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഏതൊരു ലുലുവിലൊരു ഫംഗ്ഷൻ ചെയ്തതിൽ പിന്നാണ് അതിന്റെ കുറച്ച് വീഡിയോസ് വൈറലാവുക അങ്ങനെ വന്നത്. ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പറയുമോന്ന് അറിയത്തില്ല. ഒരു ഇനാഗ്രേഷൻ എത്ര രൂപ? ഇത് വലിയ കുഴപ്പമില്ലാതെ മനുഷ്യരോട് ജീവിച്ചു പോവാണോ? സ്റ്റാർ റാഗിങ്. ഈ സ്റ്റാർ റാഗിങ്ങിലൊക്കെ ഹണി റോസിന്റെ ഫുൾ മാർക്കാ. കാരണം എന്തെങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു തരത്തിലുള്ള എന്തിനും വഴങ്ങൂല. ഉള്ളിൽ കരയാണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പുറമെ ഇങ്ങനെ ചിരിച്ച് മാത്രം നിൽക്കുന്നേ. ഞാൻ ഓർത്ത് എന്റെ പൊന്നേ, എന്റെ പെണ്ണെ ഒന്നും മിണ്ടാതിരിക്കുന്നെങ്കിലും ഒരാള് പറയൂ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട്. എന്താന്നറിയാം, എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് എനിക്ക് അറിയില്ല. അവർ വിളിച്ചപ്പോഴും നമ്മുടെ അടുത്തൊന്നും അവർ പറഞ്ഞ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുറച്ച് ആളുകളുണ്ടാവും അവിടെ. നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തരും നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഞാനിത് മുമ്പ് കണ്ടിട്ടില്ല ഇതിന്, അതാണ് അതിലും തമാശ. അങ്ങനെ ഞാൻ ചെല്ലുകയാണ്. അവിടെ ചെന്നു, അവരിങ്ങനെ വെൽക്കം ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം കാണുന്നത് അതിന്റെ എഡിറ്റഡ് വേർഷനാണ്. അത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 30-45 മിനിറ്റ്സ് ഭയങ്കരമായിട്ടുള്ള ഹറാസ്മെന്റ് ആയിരുന്നു. കരഞ്ഞു പോലുമില്ലേ? എനിക്കിത് എന്താ ഇവിടെ സംഭവം, എനിക്കത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്റെ ലൈഫിൽ പോലും ഒരാളും എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കും. കാരണം അങ്ങനെ ഒരു സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മളെ അകത്തേക്ക് കയറ്റിയിട്ടില്ല, നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിനുള്ളൊരു അസുലഭ അവസരം വന്നിട്ടുണ്ട്. മഴ പെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ബാക്കി നമുക്ക് അകത്തേക്ക് ഇരുന്ന് കഥ പറയാം. ഇപ്പൊ ലൊക്കേഷൻ ചേഞ്ച്. അതെ, അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. നമ്മൾ വീടിനകത്തേക്ക് കയറി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അടുക്കള വരെ എത്തുന്നതായിരിക്കും. അങ്ങോട്ട് അനുവദിക്കുമല്ലോ അല്ലേ? അങ്ങനെ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പാതിരാത്രിയിലും വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി കോണ്ടാക്ട് ആരാണ്? അങ്ങനെ ആരുമില്ല. എന്നാലും എനിക്ക് ഇത്ര ഞാൻ ഓവർ ആക്കുന്നില്ല. കുറച്ച് എപ്പോഴെങ്കിലും വിളിച്ചിട്ടില്ല, വളരെ കുറവാണ്. ആണ്. ഈ ഹണി റോസ് എന്നുള്ള പേര് നമ്മളെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? റോസും തേനും.